ഹായ് സ്റ്റുഡൻസ്, 4th യൂണിറ്റാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. റസ്റ്റൽ ഓഫ് വിങ്സ്. റസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ശബ്ദമാണ്. വിങ്സ് ചിറകിട്ടടിക്കുന്ന ഒരു പക്ഷി ചിറകിട്ടടിക്കുന്ന ഒരു ശബ്ദം. അതാണ് ഈ ടൈറ്റിലിൻ്റെ മീനിങ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ളൊരു മീനിങ് ആണ്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു ചിറകിട്ട് അടിച്ച് പറക്കുന്ന ഒരു പക്ഷി. ഇതാണ് ആ ഒരു ടൈറ്റിലിൻ്റെ മീനിങ്. ഇനി ഇതിൻ്റെ അടിയിലായിട്ടൊരു കോട്ടുണ്ട്. തോമസ് ആൽവ എഡിസൻ്റെ കോട്ടാണ്. ഇഫ് വി ഡിഡ് ഓൾ ദ തിങ്സ് വി ആർ ക്യാപ്പബിൾ ഓഫ് വി വുഡ് ലിറ്ററലി അസ്റ്റൗണ്ട് അവർ സെൽവ്സ്. ഇഫ് വി ഡിഡ് ഓൾ ദ തിങ്സ് വി ആർ ക്യാപ്പബിൾ ഓഫ്, നമുക്ക് കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്താണ്, വി വുഡ് ലിറ്ററലി അസ്റ്റൗണ്ട് അവർ സെൽഫ്. നമ്മളെക്കുറിച്ച് ഓർത്ത് നമുക്ക് തന്നെ വളരെ ഒരു അത്ഭുതം തോന്നും. അതായത് ഈ ഒരു കോട്ടിൻ്റെ അർത്ഥം നമ്മളുടെ കഴിവുകൾ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിലത്ഭുതപ്പെട്ട് അതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സ്വയം നമുക്ക് എന്തൊക്കെ കഴിയും, നമ്മുടെ കഴിവിനെ തിരിച്ചറിയുക എന്നൊരു മീനിങ് ആണ് ഈ കോട്ടിലൂടെ ആൽവ എഡിസൺ പറയുന്നത്. ദ ഡോവേ റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഗിവൺ ബിലോ. താഴെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഡൊമിനേറ്റിംഗ് പെർഫോമൻസ്, ഒരു നല്ല ഹൈ ആയിട്ടുള്ളൊരു പെർഫോമൻസിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ ഒരു പെർഫോമൻസ് ആണ്. ഇന്ത്യ പ്രൊഡ്യൂസ്ഡ് എ ഡൊമിനേറ്റിംഗ് പെർഫോമൻസ് അഗെയിൻസ്റ്റ് ഇംഗ്ലണ്ട് ടു ട്രയംഫ് ഇൻ ദ ഫസ്റ്റ് എവർ ICC U19 വുമൻസ് T20 വേൾഡ് കപ്പ്. അപ്പോൾ വനിതകളുടെ ഒരു T20 വേൾഡ് കപ്പിൽ ഇന്ത്യ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചതിനെ കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ്. ന്യൂഡൽഹി. India dominated England in the first over ICC U19 Women's T20 World Cup final. ഇന്ത്യ എന്താണ്, ഇംഗ്ലണ്ടിനെതിരെ ICC U19 വുമൻസ് T20 വേൾഡ് കപ്പിൽ ഒരു നല്ല കളി കാഴ്ചവെക്കുകയാണ്. They bowled exceptionally well, reducing England to a low score of 65 runs. വളരെ നല്ല രീതിയിലുള്ളൊരു ബൗളിംഗ് കാഴ്ചവെച്ചുകൊണ്ട് ഇംഗ്ലണ്ടിനെ വളരെ കുറഞ്ഞ സ്കോറിൽ അവർ തോൽപ്പിക്കുകയാണ്. ഇന്ത്യ ചേസ് ഡൗൺ ദ ടാർഗറ്റ് ഈസിലി വിത്ത് 7 wickets ഇൻ ഹാൻഡ്സ് ആൻഡ് 6 overs ടു സ്പെയർ. 7 wickets കൊണ്ടും അതുപോലെ തന്നെ 6 overs കൊണ്ടുമാണ് ഇന്ത്യ ഈ ഒരു നേട്ടം കൈവരിച്ചത്. ഇന്ത്യ ഡൊമിനേറ്റഡ് ഇംഗ്ലണ്ട് ഇൻ ദ ഫസ്റ്റ് ഓവർ ICC U19 വുമൻസ് T20 വേൾഡ് കപ്പ് ഫൈനൽ 2023. ഈ ഒരു ടൈറ്റിൽ ഒന്നുകൂടെ അവിടെ കൊടുത്തിരിക്കുകയാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടു വിൻ എ മാച്ച്. ഒരു കളി ജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന്. ലീഡർഷിപ്പ്, അതുപോലെ തന്നെ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ കളിക്കാർ പരസ്പരമുള്ള ഒരു സഹകരണം. ദെൻ കോൺഫിഡൻസ്, സ്വയം നമ്മളിലുള്ളൊരു വിശ്വാസം. ദെൻ സ്പോർട്സ്മെൻ സ്പിരിറ്റ്. ഈ 4 ഏതാണ് ഒരു കളി ജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും കളികൾ ഇഷ്ടപ്പെടുന്ന, ഫുട്ബോൾ ക്രിക്കറ്റൊക്കെ കാണാനും കളിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളല്ലേ. അപ്പോൾ ഇതിലേതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹാവ് യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എ സ്കൂൾ ക്രിക്കറ്റ് മാച്ച് ഓർ എ സിമിലർ സ്പോർട്സ് ഇവൻറ്റ്? ക്യാൻ യു ഷെയർ എ മെമ്മറബിൾ മൊമെൻറ്റ് ഓർ എക്സ്പീരിയൻസ്? നിങ്ങളെന്താണ് സ്കൂളിലുള്ള സ്പോർട്സ് ഇവൻറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു മാച്ചിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ്. ലെറ്റ് us read. രഞ്ജീസ് മാജിക് ബാറ്റ്. രഞ്ജിയുടെ മാജിക് ബാറ്റ്, ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ. ഇത് എഴുതിയിരിക്കുന്നത് റസ്കിൻ ബോണ്ടാണ്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം രഞ്ജി ഒരു ബാറ്റൊക്കെ പിടിച്ച് നിൽക്കുന്നത്. ദ സ്കോർ സ്റ്റൂഡ് അറ്റ് 53 for 4 wickets. 4 വിക്കറ്റ് ആയപ്പോൾ കളിയുടെ സ്കോർ എങ്ങനെയായിരുന്നു? 53 ആയിരുന്നു. അനദർ 60 runs have to be made for victory. വിജയത്തിന് വേണ്ടി എന്താണ്, ഇനി 60 റൺസ് എടുക്കേണ്ടതുണ്ട്. രഞ്ജി വാസ് അറ്റ് ദ ക്രീസിൽ ആരായിരുന്നു? രഞ്ജി ആയിരുന്നു. ബാറ്റ് ചെയ്യാൻ നിന്നിരുന്നത് രഞ്ജി ആയിരുന്നു. ഹി വാസ് എ ലാസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ ബാറ്റിംഗ് ഓർഡറിലുള്ള അവസാനത്തെ ബാറ്റ്മാൻ ആയിരുന്നു. ആ ടീമിലുള്ള അവസാനത്തെ ബാറ്റ്സ്മാൻ ആയിരുന്നു. ദ റെസ്റ്റ് വർ ബൗളേഴ്സ്, ബാക്കിയുള്ളവർ ബൗളേഴ്സ് ആയിരുന്നു. ദേ കുഡിൻ ബി എക്സ്പെക്റ്റഡ് ടു സ്കോർ മെനി റൺസ്. ആ ബൗളേഴ്സ് എന്താണ്, കൂടുതൽ റൺസ് ഒന്നും എടുക്കാൻ കഴിയുന്നവരല്ല. ദ ഫേറ്റ് ഓഫ് എസ് ടീം വാസ് ഇൻ ഹിസ് ഹാൻഡ്സ്. അവരുടെ ടീമിൻ്റെ ഒരു ഫേറ്റ്, ഒരു വിധി എന്ന് പറയുന്നത് എന്താണ്, രഞ്ജിയുടെ കൈകളിലായിരുന്നു. ഹിസ് ടീം ഹാഡ് എ ഗ്രേറ്റ് ഫെയ്ത്ത് ഇൻ ഹിം. അവൻ്റെ ടീമിന് എന്താണ്, അവനിൽ വലിയൊരു വിശ്വാസം തന്നെയുണ്ട്. ഫോർ ഹി ഹാഡ് സ്കോർഡ് എ ലോട്ട് ഓഫ് റൺസ് ഇൻ മെനി ഓഫ് ഇറ്റ്സ് മാച്ച്. കാരണം എന്താണ്, ഒരുപാട് മാച്ചസിൽ വളരെ നല്ല സ്കോറ് രഞ്ജി നേടിക്കൊടുത്തിട്ടുണ്ട് തൻ്റെ ടീമിന് വേണ്ടിയിട്ട്. രഞ്ജി ടുക്ക് ഹിസ് ഗാർഡ്, തൻ്റെ ഗാർഡൊക്കെ എടുത്ത് ബാറ്റിങ്ങിന് പോവാണ്. ദ ടോൾ ഫാസ്റ്റ് ബൗളർ കെയിം ഡൗൺ ഓൺ ഹിസ് ലോങ് റൺ അപ്പ് ആൻഡ് ഹേൾഡ് ദ ബാൾ അറ്റ് രഞ്ജി സ്റ്റെംസ് എന്നാണ്. കുറച്ച് ടോളായിട്ടുള്ള ഫാസ്റ്റ് ബൗളറായിട്ടുള്ള ഒരാൾ
ഓടിക്കൊണ്ട് വന്നിട്ട് ആ ഒരു പന്തിനെ എറിയാണ്. രഞ്ജിയുടെ സ്റ്റെംസിന് നേരെ പന്തെറിയാണ്. രഞ്ജി വാസ് ഗോയിങ് ടു ലഞ്ച് ഫോർവേഡ് ആൻഡ് പ്ലേ ദ ബോൾ ബാക്ക് ടു ദ ബൗളർ. രഞ്ജി എന്താണ് വിചാരിച്ചിരുന്നത്? ലഞ്ച് ഫോർവേഡ് പറഞ്ഞാൽ മുന്നോട്ടേക്ക് ഇങ്ങനെ കുനിഞ്ഞ് വരിക, ഒരു ബോൾ തട്ടാൻ വേണ്ടിയിട്ട് വരികയാണ്. ആൻഡ് ബോൾ ബാക്ക് ടു ദ ബൗളർ, ആ ഒരു ബൗളറിൻ്റെ അടുത്തേക്ക് ആ ബോൾ തട്ടി വിടാനായിരുന്നു രഞ്ജി ആദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. ബട്ട് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, പക്ഷേ അവസാന മൊമെൻറ്റിൽ എന്താണ്? He changed his mind and stepped back, intending to push the ball through the ring of fielders on the offside. ലാസ്റ്റ് മൊമെൻറ്റിൽ തൻ്റെ തീരുമാനം മാറ്റിക്കൊണ്ട് അവൻ ബാക്കിലേക്ക് മൂവ് ചെയ്തു. ആ ഒരു പന്തിനെ ആ ഒരു ഫീൽഡേഴ്സിൻ്റെ റിങ്ങിൻ്റെ ഓഫ് സൈഡിലേക്ക് തട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. The ball swung in the air, short of the grass and came through sharply to strike Ranji on his pads. പക്ഷേ എന്താ സംഭവിച്ചത്? ആ ബാൾ കാറ്റിലിങ്ങനെ പറന്ന് ആ ഒരു പുല്ലിനൊക്കെ തട്ടി പോയിട്ട് രഞ്ജിയുടെ പാഡിൽ തട്ടുകയാണ് ചെയ്യുന്നത്. പാഡെന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കളിക്കാർ, നിങ്ങൾ കളി കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ധരിക്കുന്ന ഒരു പാഡ്, അതുമ്പോൾ തട്ടുകയാണ്. LBW എന്താണ് കളിയിൽ? LBW എന്താണ് നിങ്ങൾക്ക് അറിയാവും. രഞ്ജി വാക്ക്ഡ് ബാക്ക് ഡിജക്റ്റഡ് ടു ദ പവലിയൻ. ഒരു നിരാശയോടുകൂടി ഔട്ടായിക്കൊണ്ട് പവലിയനിലേക്ക് നടക്കുകയാണ്. LBW ആവുമ്പോൾ കളിക്കാരൻ പുറത്താവും. ദ അതർ ബാറ്റ്സ്മാൻ ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ് ആൻഡ് ദ ടീം ലോസ് ദ മാച്ച്. ടീമിനുള്ള ബാക്കി ബാറ്റ്സ്മാൻ കൂടുതൽ സ്കോഴ്സ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ ടീം തോറ്റു പോവുകയാണ് ആ ഒരു കളിയിൽ. ഓൺ ഹിസ് വേ ബാക്ക് ഹോം രഞ്ജി പാസ്റ്റ് മിസ്റ്റർ കുമാർ സ്പോർട്സ് ഷോപ്പ് നെക്സ്റ്റ് ടു ദ ക്ലോക്ക് ടവർ. തിരിച്ച് വീട്ടിലേക്ക് പോണ സമയത്ത് രഞ്ജി മിസ്റ്റർ കുമാറിൻ്റെ സ്പോർട്സ് ഷോപ്പിൻ്റെ അടുത്തിലൂടെ പോവാണ്. ക്ലോക്ക് ടവറിൻ്റെ അരികിലായിട്ടുള്ള ആ ഒരു സ്പോർട്സ് ഷോപ്പിൻ്റെ മുമ്പിലൂടെ അവൻ നടന്നു പോവാണ്. ഇറ്റ് വാസ് വൺ ഓഫ് ഹിസ് ഫേവറേറ്റ് ഹോൺസ്. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണത്. മിസ്റ്റർ കുമാർ ഹാഡ് ബീൻ എ സ്റ്റേറ്റ് പ്ലെയർ വൺസ്. മിസ്റ്റർ കുമാർ ആരായിരുന്നു? ഒരു സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. ആൻഡ് ഹാഡ് സ്കോർഡ് എ സെഞ്ചുറി ഇൻ എ മാച്ച് അഗെയിൻസ്റ്റ് ടാൻസാനിയ. അതുപോലെ തന്നെ ടാൻസാനിയക്കെതിരെ നടന്ന ഒരു മാച്ചിൽ ഒരു സെഞ്ചുറി വരെ സ്കോർ ചെയ്ത ആളായിരുന്നു. നൗ ഹി വാസ് ടു ഓൾഡ് ഫോർ ദ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്. ഇപ്പം അദ്ദേഹം ഒരുപാട് വയസ്സായി. ബട്ട് ഹി ലാക്ക്ഡ് എൻകറേജിങ് യങ് പ്ലെയേഴ്സ്. പക്ഷേ യങ് പ്ലെയേഴ്സിനെ എൻകറേജ് ചെയ്യാൻ അദ്ദേഹം ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. ഹി തോട്ട് രഞ്ജി വുഡ് മേക്ക് എ ഗുഡ് ക്രിക്കറ്റർ. രഞ്ജി ഒരു നല്ല ക്രിക്കറ്റർ ആവും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ആസ് ഗുഡ് ആസ് ഇന്ത്യാസ് ഫേമസ് പ്ലെയേഴ്സ്. ഇന്ത്യയിലുള്ള ഫേമസ് ആയിട്ടുള്ള ക്രിക്കറ്റ് പ്ലെയേഴ്സിൻ്റെ അത്രയും നല്ല ഒരു ക്രിക്കറ്റർ ആവും രഞ്ജി എന്നാണ് മിസ്റ്റർ കുമാർ വിശ്വസിച്ചിരുന്നത്. ഹി ജസ്റ്റ് ലവ് ടു സ്റ്റെയർ അറ്റ് മിസ്റ്റർ കുമാർസ് ഗുഡ്സ്, ക്രിക്കറ്റ് ബാറ്റ്സ്, ബോൾസ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്സ്, ഹോക്കി സ്റ്റിക്സ് എക്സെട്ര. മിസ്റ്റർ കുമാറിൻ്റെ കടയിൽ വിൽക്കാനായിട്ട് വെച്ചിരുന്ന ക്രിക്കറ്റ് ബോള്, ബാറ്റ്, ബാഡ്മിൻ്റൺ റാക്കറ്റ്, ഹോക്കി സ്റ്റിക്ക് പോലുള്ള വസ്തുക്കളിലൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ രഞ്ജിക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. ബട്ട് ടുഡേ ഹി ഡിഡിൻ ഫീൽ ലൈക്ക് ഗോയിങ് ഇൻ. പക്ഷേ ഇന്നെന്താണ് ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് പോകാൻ അവനൊരു മനസ്സും ഉണ്ടായിരുന്നില്ല. രഞ്ജി, വേർ ആർ യു റണ്ണിങ് ഓഫ് ടു? മിസ്റ്റർ കുമാർസ് ജോവിയൽ വോയിസ് സ്റ്റോപ്ഡ് ഹിം. അപ്പോൾ മിസ്റ്റർ കുമാറിൻ്റെ ആ ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു വോയിസ് അദ്ദേഹം വിളിക്കുകയാണ്, രഞ്ജി നീ എങ്ങോട്ടേക്കാണ് ഓടിപ്പോകുന്നത്? ഹി വാക്ക്ഡ് സ്ലോലി ഇൻ ടു ദ ഷോപ്പ്. ഈ ഒരു വിളി കേട്ടപ്പോൾ രഞ്ജി ആ ഒരു കടയിലേക്ക് പതിയെ നടന്ന് കയറുകയാണ്. വാട്ട്സ് റോങ് വിത്ത് യു? എന്താ നിനക്ക് പറ്റിയത്? യു ലുക്ക് സോ മോൺഫുൾ. നിന്നെ ഒരു മോൺഫുൾ, വളരെ സങ്കടകരമായ ലുക്കാണല്ലോ, നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. മിസ്റ്റർ കുമാർ സ്പോക്ക് ടു ഹിം ചീർഫുള്ളി ആസ് യൂഷ്വൽ. മിസ്റ്റർ കുമാർ എങ്ങനെയാണ് എന്നത്തെയും പോലെ വളരെ സന്തോഷവാനായിട്ടാണ് രഞ്ജിയോട് സംസാരിക്കുന്നത്. ഹോ നത്തിങ്, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. രഞ്ജി ട്രൈ ടു ചീർ ഹിംസെൽഫ് അപ്പ്. സ്വയം സന്തോഷിക്കാൻ ശ്രമിച്ചുകൊണ്ട്, ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൻ പറയണോ, നത്തിങ്, ഒന്നുമില്ല, ഐ ജസ്റ്റ് സ്കോർഡ് എ ഡക്ക്. ഡക്ക് എന്ന് പറഞ്ഞാൽ ഒരു ബാറ്റ്സ്മാൻ കളിയിൽ 0 സ്കോറുമായിട്ട് ഔട്ടാവുന്നതിനാണ്, ഒറ്റ സ്കോർ പോലും ലഭിക്കാതെ ഔട്ടാവുന്നതിനാണ് ഡക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഡക്ക് സ്കോർ ചെയ്തു എന്ന് പറയാണ്. ഹി വെൻറ്റ് ഓൺ ടു ടെൽ മിസ്റ്റർ കുമാർ അബൌട്ട് ദ മാച്ച്. അതിനുശേഷം ഇന്ന് നടന്ന മാച്ചിനെ കുറിച്ച് മിസ്റ്റർ കുമാറിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രഞ്ജി. Come on, let me show you something. Mr. Kumar led Ranji into the inner room of the shop when he had finished. ഞാൻ
നിനക്കൊരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് രഞ്ജിയെ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. രഞ്ജി കളിയെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം രഞ്ജിയെ കടയുടെ ഉള്ളിലേക്ക് ഒരു കാര്യം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. പസിൽഡ്, രഞ്ജി ഫോളോഡ് മിസ്റ്റർ കുമാർ ത്രൂ ദ curtained partition at the back of the shop. പസിൽഡ്, കുറച്ചൊരു ആശ്ചര്യത്തോടുകൂടി, ഒരു സംശയത്തോടുകൂടി, എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ലല്ലോ, ഒരു സംശയത്തോടുകൂടി എന്താണ് കുമാറിൻ്റെ പുറകെ പോവുകയാണ്. curtained partition at the back of the shop, ആ ഒരു ഷോപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കർട്ടനൊക്കെ ഇട്ട് മറച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. He found himself in a badly lit room stacked to the ceiling with all kind of second handed sporting goods. എന്താണ്, ഒരു ഇരുണ്ട്, അധികം ലൈറ്റൊന്നും ഇല്ലാത്ത ഒരു റൂമിലേക്കാണ് രഞ്ജി എത്തിയത്. അവിടെ എന്തൊക്കെയാണ്, ഓൾ കൈൻഡ് ഓഫ് സെക്കൻഡ് ഹാൻഡഡ് സ്പോർട്ടിംഗ് ഗുഡ്സ്, ഒരുപാട് ഓൾറെഡി യൂസ് ചെയ്ത സ്പോർട്സ് ഐറ്റംസ് ഒക്കെയുള്ള ഒരു റൂമിലേക്കാണ് എത്തിയത്. ടോൺ ഫുട്ബോൾ ബ്ലാഡേഴ്സ്, ടോൺ കീറിപ്പോയ പന്ത്, ബ്രോക്കൺ ബാറ്റ്സ്, പൊട്ടിപ്പോയ ബാറ്റുകൾ, റാക്കറ്റ്സ് വിത്തൗട്ട് സ്ട്രിങ്സ്, ആ നൂലുകളൊക്കെ പൊട്ടിപ്പോയ റാക്കറ്റ്, ബ്രോക്കൺ ഡാർട്സ് ആൻഡ് ടാറ്റേഡ് ബാഡ്മിൻ്റൺ നെറ്റ്സ്, ഇതുപോലെ ഒരുപാട് പഴകിയ കുറേ കീറി നശിച്ചൊക്കെ പോയ സ്പോർട്സിൻ്റെ ഐറ്റംസൊക്കെയാണ്, ഉപകരണങ്ങളൊക്കെ ആയിരുന്നു ആ റൂമിലുണ്ടായിരുന്നത്. മിസ്റ്റർ കുമാർ ബിഗാൻ എക്സാമിനിങ് എ നമ്പർ ഓഫ് ഓൾഡ് ക്രിക്കറ്റ് ബാറ്റ്സ്. എന്താണ്, ഒരുപാട് ഓൾഡ് ക്രിക്കറ്റ് ബാറ്റ്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നോക്കാൻ തുടങ്ങുകയാണ് കുമാർ. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഹീ സെഡ് and picked up one of the bats and held it out to Ranji. കുറച്ച് സമയത്തിന് ശേഷം അദ്ദേഹം എന്താ ചെയ്തത്, ഒരു ബാറ്റ്, ആ കൂട്ടത്തിൽ നിന്നൊരു ബാറ്റ് എടുത്തത് രഞ്ജിക്ക് നേരെ നീട്ടാണ്. This is it, he said. This is the luckiest of all my oldest bat. എൻ്റെ കയ്യിലുള്ള പഴയ ബാറ്റുകളിൽ ഏറ്റവും ലക്കിയസ്റ്റ്, ഏറ്റവും ഭാഗ്യശാലിയായ ഒരു ബാറ്റാണിത്. This is the bat I made a century with. ഞാൻ സെഞ്ചുറി അടിച്ച ബാറ്റാണിത്. Of course it is an old bat, but it hasn't lost any of its magic. എന്താണ്, ഇതൊരു പഴയ ബാറ്റാണ്, പക്ഷേ ഇതിൻ്റെ മാജിക് ഇതിന് നഷ്ടപ്പെട്ടിട്ടില്ല. സെഡ് മിസ്റ്റർ കുമാർ. ഹി ഹെൽഡ് ഇറ്റ് ഔട്ട് ടു രഞ്ജി. ഇത് പറഞ്ഞുകൊണ്ട് എന്താണ്, ഈ ബാറ്റ് രഞ്ജിക്ക് നൽകുകയാണ്. പിക്ചറിൽ നിങ്ങൾക്ക് കാണാം മിസ്റ്റർ കുമാർ ബാറ്റ് പിടിച്ച് രഞ്ജിക്ക് കൊടുക്കുന്നത്. ഹിയർ ടേക്ക് ഇറ്റ്, ഐ വിൽ ലെൻഡ് ഇറ്റ് ടു യു ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ക്രിക്കറ്റ് സീസൺ. ഈ ക്രിക്കറ്റ് സീസണിൽ നിനക്ക് ഈ ബാറ്റ് ഞാൻ കടം തരാം, നീ ഇതുകൊണ്ട് കളിച്ച് നോക്കൂ എന്ന് പറയാണ്. യു വോണ്ട് ഫെയിൽ വിത്ത് ഇറ്റ്. ഇതുകൊണ്ട് കളിച്ചാൽ നീ എന്താണ്, ഒരിക്കലും തോറ്റു പോകില്ല. ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. രഞ്ജി ടുക്ക് ദ ബാറ്റ് ആൻഡ് ഗേസ്ഡ് അറ്റ് ഇറ്റ് വിത്ത് ഓ ആൻഡ് ഡിലൈറ്റ്. വളരെയധികം സന്തോഷത്തോടുകൂടി, അതുപോലത്തെ ഒരു അത്ഭുതത്തോടു കൂടിയിട്ട് രഞ്ജി ആ ബാറ്റ് വാങ്ങി അതിലേക്ക് നോക്കുകയാണ്. ദ മാജിക് ബാറ്റ് സീം ടു ചേഞ്ച് രഞ്ജീസ് ലക്ക്. ഈ ആ മാജിക് ബാറ്റ് എന്താണ്, രഞ്ജിയുടെ ലക്ക്, ആ ഒരു ഭാഗ്യത്തെ മാറ്റിമറിക്കാൻ തുടങ്ങി. ദ നെക്സ്റ്റ് സാറ്റർഡേ ഹി സ്കോർഡ് 58 റൺസ് ആൻഡ് ലെഡ് ഹിസ് സ്കൂൾ ടു വിക്ടറി അഗെയിൻസ്റ്റ് എ റൈവൽ ടീം. തൊട്ട് നെക്സ്റ്റ് വന്ന സാറ്റർഡേ എന്താണ്, 58 സ്കോർ എടുത്ത് അവൻ്റെ സ്കൂൾ ടീമിനെ ജയിപ്പിച്ചു. ഓൺ ഹിസ് വേ ഹോം രഞ്ജി സ്റ്റോപ്ഡ് അറ്റ് കുമാർസ് ഷോപ്പ് ടു ഗിവ് ഹിം ഗുഡ് ന്യൂസ്. രഞ്ജി എന്താണ്, തിരിച്ച് ആ ഒരു മാച്ച് കഴിഞ്ഞ് തിരിച്ചു പോയ കുമാറിൻ്റെ ഷോപ്പിൽ നിന്നിട്ട് എന്താണ്, ഈ ഒരു സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കുകയാണ്. വി വൺ, ഞങ്ങൾ വിജയിച്ചു. ഹി സെഡ് ആൻഡ് ഐ മെയ്ഡ് 58, മൈ ഹയസ്റ്റ് സ്കോർ സോ ഫാർ. ഇറ്റ് ഈസ് റിയലി എ ലക്കി ബാറ്റ്. അതുപോലെ എന്താണ്, ഞാൻ എൻ്റെ ഹയസ്റ്റ് സ്കോർ എടുത്തു 58. ഇത് തീർച്ചയായും ഒരു ലക്കി ബാറ്റാണ് എന്ന് രഞ്ജി സമ്മതിക്കുകയാണ്. I told you, said Mr. Kumar, giving Ranji a warm handshake. There will be bigger scores yet. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ, ഇനിയും ഇതിലേക്കാളും വലിയ സ്കോർസ് നിനക്ക് നേടാനാവും എന്ന് പറഞ്ഞൊരു ഷേക്ക് ഹാൻഡൊക്കെ കൊടുക്കുകയാണ് മിസ്റ്റർ കുമാർ. രഞ്ജിയെ അപ്രീഷിയേറ്റ് ചെയ്യാണ് അവൻ്റെ നേട്ടത്തിൽ. ബട്ട് ദെൻ സംതിങ് അൺഎക്സ്പെക്റ്റഡ് ഹാപ്പൻ. പക്ഷേ എന്താണ്, പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ പിന്നീട് സംഭവിക്കുകയാണ്. ആഫ്റ്റർ വൺ ഓഫ് ദ നെക്സ്റ്റ് മാച്ചസ് രഞ്ജി ഹാഡ് ടു ടേക്ക് വൺ ഓഫ് ഹിസ് ടീംമേറ്റ് ബീം who was injured during the match to the hospital. നെക്സ്റ്റ് മാച്ചിന് ശേഷം രഞ്ജിക്ക് എന്താണ്, തൻ്റെ ടീംമേറ്റായ ബീമിനെ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നു. അവന് കളിക്കിടയിൽ എന്തോ ഇഞ്ചുറി പറ്റിയതാണ്, പരിക്ക് പറ്റിയതാണ്. ഇൻ ഹിസ് ആൻസൈറ്റി അബൌട്ട് ബീം ഹി ലെഫ്റ്റ് ഹിസ് ബാറ്റ് ഓൺ ദ ബസ്. ആ ഒരു ബീമിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ തിരക്കിൽ എന്താണ്, ആ ഒരു മാജിക് ബാറ്റ് അവൻ ബസ്സിൽ വെച്ച് മറന്നുപോയി. ഹി റിമെമ്പേർഡ് ഇറ്റ് ഓൺലി ആഫ്റ്റർ ഹി റീച്ച്ഡ് ഹോം. തിരിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ മാത്രമാണ് ബാറ്റിനെ കുറിച്ച് അവൻ ഓർത്തത്. He couldn't remember which bus he had travelled in. The magic bat was lost. ഏത് ബസ്സിലാണ് പോയത് എന്ന് അവന് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ
ആ ബാറ്റ് എന്നേക്കുമായിട്ട് അവന് നഷ്ടപ്പെടുകയാണ്. നെക്സ്റ്റ് ഡേ ഹി വാസ് അറ്റ് മിസ്റ്റർ കുമാർ ഷോപ്പ് ലുക്കിംഗ് വെരി സോറി ഫോർ ഹിംസെൽഫ്. ഒരുപാട് സങ്കടത്തോടുകൂടി പിറ്റേ ദിവസം മിസ്റ്റർ കുമാറിൻ്റെ ഷോപ്പിലെത്താണ്. വാട്ട്സ് ദ മാറ്റർ ആസ്റ്റ് മിസ്റ്റർ കുമാർ. അവൻ സങ്കടപ്പെട്ട ആ ഒരു ലുക്ക് കണ്ടപ്പോൾ മിസ്റ്റർ കുമാർ ചോദിക്കുകയാണ്, എന്താ പറ്റിയത് രഞ്ജി എന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് ലോസ്റ്റ് ദ ബാറ്റ്, രഞ്ജി സെറ്റ്. എനിക്കെന്താണ്, ആ ബാറ്റ് നഷ്ടപ്പെട്ടു. യുവർ ലക്കി ബാറ്റ്, താങ്കളുടെ ലക്കി ബാറ്റായ ആ ബാറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. ദ വൺ ഐ മെയ്ഡ് ഓൾ ദോസ് റൺസ് വിത്ത്, ഞാൻ അത്രയും നല്ല സ്കോഴ്സൊക്കെ അടിച്ചെടുത്ത ആ ബാറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു. ഐ ലെഫ്റ്റ് ഇറ്റ് ഓൺ ദ ബസ്, ഞാൻ എന്താണ് ബസ്സിൽ അത് ഇട്ട് പോന്നു. ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ വി ആർ പ്ലേയിങ് ദ ഡൽഹി സ്കൂൾ വിത്തൗട്ട് യുവർ ബാറ്റ്. ഐ വിൽ ബി ഔട്ട് ഫോർ എ ടെക്. അപ്പോൾ എന്താണ്, നെക്സ്റ്റ് ഡേ ആഫ്റ്റർ ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, നാളെ കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങൾക്ക് എന്താണ് ഒരു മാച്ച് ഉണ്ട്. ആൻഡ് ആ ബാറ്റില്ലാതെ എന്താണ് ഞാൻ എന്തായാലും ഔട്ടായിരിക്കും ഫോർ എ ഡക്ക്. ഒറ്റ സ്കോർ പോലും കിട്ടാതെ ഞാൻ ഔട്ടാവും ആ ഒരു ബാറ്റ് ഇല്ലെങ്കിൽ എന്ന് സങ്കടപ്പെട്ട് പറയാണ്. ആൻഡ് വി വിൽ യൂസ് അവർ ചാൻസ് ഓഫ് ബീയിങ് ദ സ്കൂൾ ചാമ്പ്യൻ. സ്കൂൾ ചാമ്പ്യൻ ആവാനുള്ള ഞങ്ങളുടെ ഒരു ചാൻസും അതോടുകൂടി നഷ്ടപ്പെടും. രഞ്ജി പറയാണ്, സങ്കടത്തോടു കൂടിയിട്ട് കുമാറിനോട് പറയാണ്. മിസ്റ്റർ കുമാർ ലുക്ക്ഡ് എ ലിറ്റിൽ ആൻഷ്യസ് അറ്റ് ഫസ്റ്റ്. ആദ്യം എന്താണ് കുറച്ച് ആൻഷ്യസ് ആയിട്ട് നോക്കിയെങ്കിലും ദെൻ ഹി സ്മൈൽഡ് ആൻഡ് സെഡ്, പിന്നീട് എന്താണ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, യു ക്യാൻ സ്റ്റിൽ മേക്ക് ഓൾ ദ റൺസ് യു വാണ്ട്. നിനക്ക് വേണ്ട അത്രയും റൺസ് എങ്കിൽ എന്നാലും എനിക്ക് എടുക്കാൻ പറ്റും. ആ ഒരു ബാറ്റ് ഇല്ലെങ്കിലും നീ ആഗ്രഹിക്കുന്ന അത്രയും സ്കോർ നിനക്ക് നേടാൻ കഴിയും. ബട്ട് ഐ ഡോണ്ട് ഹാവ് ദ ബാറ്റ് എനിമോർ സെഡ് രഞ്ജി. അപ്പോൾ രഞ്ജി പറയാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ആ ബാറ്റ് ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അത്രയും സ്കോർ എനിക്ക് ലഭിക്കുക? എനി ബാറ്റ് വിൽ ഡു, മിസ്റ്റർ കുമാർ റിപ്ലൈഡ്. അപ്പം മിസ്റ്റർ കുമാർ എന്താ പറഞ്ഞത്, ഏത് ബാറ്റ് കൊണ്ട് കളിച്ചാലും എനി ബാറ്റ് വിൽ ഡു, ഏത് ബാറ്റ് കൊണ്ട് കളിച്ചാലും നിനക്ക് അത്രയും സ്കോർ നേടാൻ പറ്റും. വാട്ട് ഡു യു മീൻ, താങ്കൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുകയാണ്. ഐ മീൻ ഇറ്റ്സ് എ ബാറ്റ്മാൻ ആൻഡ് നോട്ട് ദ ബാറ്റ് ദാറ്റ് കൗണ്ട്സ്. അദ്ദേഹം എന്താ പറഞ്ഞത്, ബാറ്റ്സ്മാനാണ് ഇവിടെ പ്രാധാന്യം, അല്ലാതെ കളിക്കുന്ന ബാറ്റിനല്ല. ഷാൾ ഐ ടെൽ യു സംതിങ്, ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയട്ടെ. ദാറ്റ് ഓൾഡ് ബാറ്റ് ഐ ഗിവ് യു വാസ് നോ ഡിഫറെൻറ്റ് ഫ്രം എനി അതർ ബാറ്റ് ഐ ഹാവ് യൂസ്ഡ്. ഞാൻ നിനക്ക് തന്ന ആ പഴയ ബാറ്റ് എന്താണ്, ഞാൻ യൂസ് ചെയ്ത മറ്റ് ബാറ്റുകളിൽ നിന്ന് യാതൊരു ഡിഫറൻസും ഇല്ല, അതും ഒരു സാധാരണ ബാറ്റാണ്. ട്രൂ, ഐ മെയ്ഡ് ലോട്ട്സ് ഓഫ് റൺ വിത്ത് ഇറ്റ്, ബട്ട് ഐ മെയ്ഡ് റൺസ് വിത്ത് അതർ ബാറ്റ്സ് ടു. ശരിയാണ്, ഞാൻ ആ ബാറ്റ് കൊണ്ട് ഒരുപാട് റൺസ് എടുത്തിട്ടുണ്ട്, പക്ഷേ ഞാൻ മറ്റ് ബാറ്റുകൾ കൊണ്ടും സെയിം രീതിയിൽ ഒരുപാട് റൺസ് നേടിയിട്ടുണ്ട്. ഐ നെവർ ഡിപ്പെൻഡ് ഓൺ ദ സ്പെഷ്യൽ ബാറ്റ് ഫോർ മൈ റൺസ്. ഞാൻ ഒരു സ്പെഷ്യൽ ബാറ്റിനെയും ഡിപ്പെൻഡ് ചെയ്ത് കൊണ്ടല്ല എൻ്റെ റൺസ് ഒന്നും നേടിയത്. എ ബാറ്റ് ഹാസ് എ മാജിക് ഓൺലി വെൻ ദ ബാറ്റ്സ്മാൻ ഹാസ് മാജിക്. എന്താണ് അദ്ദേഹം പറഞ്ഞത്, ബാറ്റിന് മാജിക് ഉണ്ടാവണമെങ്കിൽ എന്നാണ് ബാറ്റ്സ്മാൻ്റെ കൈകളിലും ആ ഒരു മാജിക് വേണം. വാട്ട് യു നീഡഡ് വാസ് കോൺഫിഡൻസ് ആൻഡ് നോട്ട് എ ബാറ്റ്. നിനക്ക് വേണ്ട എന്തായിരുന്നു, ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസമായിരുന്നു, അല്ലാതെ ഒരു ബാറ്റൊന്നുമല്ല. ആൻഡ് ബൈ ബിലീവിങ് ഇൻ ദാറ്റ് ബാറ്റ് യു ഗോട്ട് യുവർ കോൺഫിഡൻസ് ബാക്ക്. ആ ഒരു ബാറ്റിന് എന്തോ ഒരു മാജിക് ഉണ്ട് എന്ന് ബിലീവ് ചെയ്തുകൊണ്ട് തന്നെ നിൻ്റെ ആ ഒരു കോൺഫിഡൻസ് നിനക്ക് തിരിച്ചു കിട്ടി. നിനക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് നിനക്ക് തിരിച്ചു കിട്ടി. വാട്ട്സ് കോൺഫിഡൻസ് ആസ് രഞ്ജി. ഇറ്റ് വാസ് എ ന്യൂ വേർഡ് ഫോർ ഹിം. എന്താണ് ഈ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ, രഞ്ജി ചോദിക്കുകയാണ്. അവൻ ആ ഒരു വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടില്ല, ഒരു ന്യൂ വേർഡായിരുന്നു കോൺഫിഡൻസ്. മിസ്റ്റർ കുമാർ സ്ലോലി പതിയെ ആ ഒരു വേർഡ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് കുമാർ. കോൺഫിഡൻസ് ഇസ് നോയിങ് യു ആർ ഗുഡ്. നീ ഒരു നല്ല കഴിവുള്ള ആളാണ് എന്ന് സ്വയം തിരിച്ചറിയുന്നതിനെയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആൻഡ് ഐ ക്യാൻ ബി ഗുഡ് വിത്തൗട്ട് ദ ബാറ്റ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, ആ ഒരു ബാറ്റ് ഇല്ലാതെ എനിക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റുമോ എന്ന് സംശയത്തോടെ ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് യു ഹാവ് ആൽവേസ് ബീൻ ഗുഡ്, യു ആർ ഗുഡ് നൗ. എന്താണ്, നീ എപ്പോഴും നല്ല ഗുഡായിരുന്നു, ഇപ്പോഴും നീ ഗുഡ് തന്നെയാണ്, നല്ല രീതിയിൽ കളിക്കാൻ പറ്റുമെന്ന് പറയാണ്. യു വിൽ ബി ഗുഡ് ദ ഡേ ആഫ്റ്റർ ടുമോറോ ടു. അതുപോലെ തന്നെ നാളെ കഴിഞ്ഞിട്ടുള്ള ദിവസം, നിനക്ക് മാച്ചുള്ള ദിവസവും നീ ഗുഡായിരിക്കും, അന്നും നിനക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. റിമെമ്പർ ദാറ്റ്, നീ അത് ഓർക്കുക. ഇഫ് യു റിമെമ്പർ ഇറ്റ് യു വിൽ മേക്ക് ദ റൺസ്. വൈ ഡോണ്ട് യു ജസ്റ്റ് ഗിവ് ഇറ്റ് എ ട്രൈ. നിനക്ക് കഴിയും, നിനക്ക് കഴിവുണ്ടെന്ന് നീ വിശ്വസിച്ചാൽ നന്നായിട്ട് കളിക്കാനും നല്ല റൺസ് എടുക്കാനും നിനക്ക് പറ്റും. എന്തുകൊണ്ടാണ് നിനക്ക് അങ്ങനെ ഒന്ന് ശ്രമിച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ്. ഓൺ സാറ്റർഡേ റെഞ്ചി വാക്ക് ടു ദ വിക്കറ്റ് വിത്ത് എ ബാറ്റ് ബോറോഡ് ഫ്രം
ഭീം. അങ്ങനെ സാറ്റർഡേ അവൻ കളിക്കാൻ പോവാണ്. ഭീമിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയൊരു ബാറ്റ് കൊണ്ടാണ് പോകുന്നത്. The school team has lost his first wicket with only 2 runs on the board. അതാണ് സ്കൂൾ ടീമിന് തൻ്റെ ഫസ്റ്റ് വിക്കറ്റ് പോയി വെറും 2 റൺസിലാണ് പോയത്. രഞ്ജി വെൻറ്റ് അറ്റ് ദിസ് സ്റ്റേജ്. ഈ ഒരു സമയത്താണ് രഞ്ജി കളിക്കാൻ ഇറങ്ങിയത്. The Delhi school's opening bowler was sending down some really fast ones. രഞ്ജി faced up to him. ഡൽഹി സ്കൂളിൻ്റെ ഓപ്പണിംഗ് ബൗളർ എന്താണ് വളരെ ഫാസ്റ്റായിട്ടുള്ള ബോൾസ് ആയിരുന്നു രഞ്ജിക്ക് നേരെ കൊടുത്തത്. രഞ്ജി ഫേസ്ഡ് അപ്പ് ടു ഹിം. രഞ്ജി എന്താണ് അതെല്ലാം ഫേസ് ചെയ്യാണ്. ദ ഫസ്റ്റ് ബോൾ വാസ് വെരി ഫാസ്റ്റ് ബട്ട് ഇറ്റ് വാസൻറ്റ് ഓൺ എ ഗുഡ് ലെങ്ത്. ഫസ്റ്റ് ബോൾ എന്തായിരുന്നു വളരെ ഫാസ്റ്റിലായിരുന്നു, പക്ഷേ അത്രയൊരു ഗുഡ് ലെങ്ത്തിലായിരുന്നില്ല. ക്വിക്ക് ഓൺ ഹിസ് ഫീറ്റ് രഞ്ജി സ്റ്റെപ്ഡ് ബാക്ക് ആൻഡ് pulled it hard to the long on boundary. വളരെ ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ രഞ്ജി എന്താണ് ബാക്കിലേക്ക് മൂവ് ചെയ്ത് ആ ഒരു പന്തിനെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ദ ബാൾ സോർഡ് ഓവർ ദ ഹെഡ്സ് ഓഫ് ദ ഫീൽഡേഴ്സ് ആൻഡ് ലാൻഡഡ് വിത്ത് എ ക്രാഷ് ഇൻ എ ക്രേറ്റ് ഫുൾ ഓഫ് കോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ്. ആ ബാൾ എന്താണ് ആകാശത്തിലൂടെ ഉയർന്ന് പൊങ്ങി ആ ഒരു ഫീൽഡേഴ്സിൻ്റെ ഒക്കെ മുകളിലൂടെ പോയി ഒരു ക്രേറ്റ് ഫുൾ ഓഫ് ഗോൾഡ് ഡ്രിങ്ക് ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽസ് നിറച്ച് വെച്ചിരുന്ന ഒരു ക്രേറ്ററിന് ഒരു മരത്തിൻ്റെ പെട്ടിയിൽ പോയി അടിക്കുകയാണ് ആ ബോൾ. എ സിക്സ്. എവറി വൺ സ്റ്റൂഡ് അപ്പ് ആൻഡ് ചിയേർഡ്. എന്താണ് ഒരു സിക്സർ അടിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീറ്റ് നിന്ന് അവന് വേണ്ടി കൈയടിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് രഞ്ജീസ് വണ്ടർഫുൾ ഇന്നിങ്സ്. ഈ ഒരു കളി എന്താണ് രഞ്ജിയുടെ വണ്ടർഫുൾ ഇന്നിങ്സിൻ്റെ ഒരു തുടക്കം മാത്രമായിരുന്നു. ദ മാച്ച് എൻഡഡ് ഇൻ എ ഡ്രോ. മാച്ച് എന്താണ് ഒരു സമനിലയിലാണ് അവസാനിച്ചത്. ഡ്രോ എന്ന് പറയുമ്പോൾ ഒരു സമനില. ബട്ട് രഞ്ജി 75 വാസ് ദ ടോക്ക് ഓഫ് ദ സ്കൂൾ. പക്ഷേ രഞ്ജി എടുത്ത ആ ഒരു 75 സ്കോർസ് എന്ന് പറയുന്നത് എൻ്റെ സ്കൂളിലൊരു സംസാരം തന്നെയായി. രഞ്ജിയെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി. ഓൺ ഹിസ് വേ ഹോം ഹി ബോട്ട് എ ഡസൺ ഓഫ് ലഡൂസ്. തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ എന്താണ് ഒരുപാട് ലഡൂസ് വാങ്ങി വരികയാണ്. 6 ഫോർ ഹിസ് നെയ്ബർ കോക്കി ആൻഡ് 6 ഫോർ മിസ്റ്റർ കുമാർ. എന്നിട്ട് അവൻ എന്താണ് അതിൽ 6 എണ്ണം അവൻ്റെ നെയ്ബറായ കോക്കിക്കും അതുപോലെ തന്നെ 6 എണ്ണം മിസ്റ്റർ കുമാറിനും നൽകുകയാണ്. അവൻ്റെ ആ ഒരു ഹാപ്പിനെസ് കാരണം എല്ലാവർക്കും അവൻ സ്വീറ്റ്സ് നൽകുകയാണ്. തൻ്റെ കഴിവിനെ തിരിച്ചറിഞ്ഞതിൽ അവൻ വളരെയധികം ഹാപ്പിയാണ്. ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് റസ്കിൻ ബോണ്ടാണ്. ഹിസ് എ ഫേമസ് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റർ. ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററാണ്. ഹു വാസ് പബ്ലിഷ് എ നമ്പർ ഓഫ് നോവൽസ് ആൻഡ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ്, മോസ്റ്റ് ഓഫ് ദം ഫോർ ചിൽഡ്രൻ. ഒരുപാട് നോവൽസും ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. അതിലധികവും എന്താണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥകളായിരുന്നു. ഹി ഹാസ് ബീൻ ഹോണേർഡ് വിത്ത് പത്മശ്രീ ആൻഡ് പത്മഭൂഷൺ അവാർഡ്സ് ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ലിറ്ററേച്ചർ. സാഹിത്യത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള സംഭാവനകൾക്ക്, ഈ നല്ല നല്ല വർക്ക്സിന് എന്താണ് പത്മശ്രീയും പത്മഭൂഷണും നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. സോ ഈ സ്റ്റോറീൻ്റെ ഒരു മലയാളം എക്സ്പ്ലനേഷനാണ് തന്നത്. ഇതിൻ്റെ സൈഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൻ്റെ താഴെ വരുന്ന ആക്ടിവിറ്റീസും ഇനി നെക്സ്റ്റ് വീഡിയോസിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഓൾ.